കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ നിയമമല്ല. പക്ഷേ അപ്പനെയും അമ്മയും വിടണം. അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറയുന്നു. എന്താ വിടുക എന്ന് പറഞ്ഞാൽ? ഉപേക്ഷണമല്ലെങ്കിൽ പിന്നെ എന്താണ് വിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന മാതാപിതാക്കളോടുണ്ടായിരുന്ന ഒരു ഇൻക്ലിനേഷനുണ്ട്, അതിനോടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചിരുന്ന അവരാണ്, അവരുടെ ഇഷ്ടങ്ങളായിരുന്നു നമ്മുടെ ഇഷ്ടങ്ങൾ. എന്നാൽ വിവാഹത്തിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവം ഒരു പുതിയ യൂണിറ്റ് ആക്കുകയാണ്. ആ സമയം മുതൽ നമ്മുടെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു പുരുഷൻ്റെ പ്രത്യേകത ഏതാണ്? ഭാര്യയുടെ ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ സമയം മുതൽ ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ അപ്പൻ്റെയോ അമ്മയുടെയോ സ്നേഹം നമ്മൾ വിട്ടുകളയുന്നില്ല. പക്ഷേ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും, ഇപ്പോൾ ഒരു വീട് പണിയണം, അല്ലെങ്കിൽ ഒരു മുറിയിൽ ഒരു പെയിൻ്റ് അടിക്കണം. നേരത്തെ ആണെങ്കിൽ അമ്മയോടായിരുന്നു ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അപ്പനോടായിരിക്കും. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ്റൂമിലെ കർട്ടൻ്റെ കളർ എന്തായിരിക്കണമെന്നുള്ളത് അന്നേരം അമ്മ നിശ്ചയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ കഷ്ടമായിരിക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അതാണ് അപ്പനെയും അമ്മയും വിടുക എന്ന് പറയുമ്പോഴത്തേക്കുണ്ടാകുന്നൊരു പ്രത്യേകത. നിങ്ങളൊരു പുതിയ യൂണിറ്റായി. അത് മാതാപിതാക്കളും മനസ്സിലാക്കണം, മക്കളും മനസ്സിലാക്കണം, ഭാര്യയും മനസ്സിലാക്കണം. സ്നേഹമല്ല അവിടുത്തെ വിഷയം, ഇഷ്ടങ്ങളാണ്. സ്നേഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഇൻക്ലിനേഷൻ, നിങ്ങളുടെ ആ പറ്റുമാനം, കറക്റ്റ് മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കാണ് പറ്റുമാനം, നിങ്ങളുടെ ഭാര്യയോടാക്കി തീർക്കുന്ന ഒരു കാര്യം ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ദൈവകേന്ദ്രീകൃതമായ ഒരു പുതിയ യൂണിറ്റ്. ആ യൂണിറ്റിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഒരുമിച്ച് ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത് ഭർത്താവിന്, അല്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭാര്യയുടെ കാര്യത്തിലും. ഒരുപക്ഷെ നമ്മുടെ ഈ ഓറിയൻ്റൽ കൾച്ചറിൽ ഏറ്റവും ആദ്യം വിടേണ്ടത് ഭാര്യ അവളുടെ ഭവനത്തെയാണ്, ഇല്ലേ? സാധാരണ രീതിയിൽ നമ്മളുടെ ഈ കൾച്ചറിൽ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഭാര്യ വന്ന് കയറുകയാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നീട് അതാണ് അവളുടെ ഭവനം, അല്ലാതെ പഴയ ഭവനമല്ല, പഴയ കാര്യങ്ങളല്ല. രൂത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 14 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് രൂത്ത് ഭർത്താവിനോട് പറയുന്നതല്ല, അമ്മായിയമ്മയോട് പറയുകയാണ്, നിൻ്റെ ജനം എൻ്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, നിൻ്റെ ദൈവമാണ് ഇനി എൻ്റെ ദൈവം, ഇല്ലേ? വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനോട് പറയേണ്ട വാക്കുകളാണ്. പക്ഷേ ഇത് ഭർത്താവിനോട് പോലും അല്ല പറയുന്നത്. ആര്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മാവിയമ്മയോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ അവൾ വിവാഹം കഴിച്ച് നവോമിയുടെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ കഴിഞ്ഞ ലോകത്തെ അവൾ മറന്നേ പറ്റൂ. അതുകൊണ്ടാണ് 45-ാം സങ്കീർത്തനം നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ, അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവി ചായ്ക്കുക, നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യം ആഗ്രഹിക്കും. എപ്പോഴ്? നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുമ്പോൾ. അവരെ ഉപേക്ഷിക്കുകയല്ല, മറക്കുകയാണ്, ഇല്ലേ? പിന്നീട് വന്നിട്ട് പഴയ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയരുത്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു, എൻ്റെ ആങ്ങളമാർ ഇതൊന്നും അല്ല എനിക്ക് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത്, ഇതുപോലുള്ള കീറത്തുണിയൊന്നും അല്ല അവർ വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നതൊന്നും എന്നൊന്നും പോയി പറയരുത്. അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ, അവളിൽ സൗന്ദര്യം കണ്ടെത്താൻ ഒരു ഭർത്താവിനും കഴിയത്തില്ല. അതുകൊണ്ടാണ് നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, ഇല്ലേ? നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ വീടല്ല അത്. കുറച്ച് നാളത്തേക്കൊക്കെ ഉള്ളൂ ഈ വീടെന്നുള്ളത് ഇച്ചിരി പ്രായമായ സ്ത്രീകൾക്കറിയാം. കുറച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അറിയാം എൻ്റെ വീടെന്ന് പറഞ്ഞങ്ങോട്ട് കയറി ചെന്നാൽ മതി, അന്നേരം അറിയാം കേൾക്കുന്നതെന്നുള്ളത്, ഇല്ലേ? ആദ്യമൊക്കെ ഉള്ളൂ എൻ്റെ വീട്, എൻ്റെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നത്. കുറച്ച് കഴിയട്ടെ, അന്നേരം അറിയാം. പക്ഷെ അതൊക്കെ നേരത്തെ അങ്ങ് മാറുന്നതാണ് എപ്പോഴും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്താണ് ഒരു പുരുഷന് സന്തോഷമാകുന്നത്? നിങ്ങളുടെ അമ്മായിയമ്മയുടെ ബ്ലഡ് ഷുഗർ എത്ര ഉണ്ടെന്ന് സ്ഥിരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ അമ്മ എത്ര കഷ്ടപ്പെട്ട് ബ്ലഡ് ഷുഗറും BP-യും ഹാർട്ടും എല്ലാം ഉള്ളപ്പോഴും അവിടെ സ്വന്തം അമ്മയ്ക്ക് ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിലോട്ട് പോകാം, അമ്മച്ചി ഇന്നലെ തുമ്മിയെന്ന് പറയുന്ന കേട്ടു എന്ന് പറയുന്ന ഒരു ഭാര്യയെ ഒന്ന് സ്നേഹിക്കാനൊന്നും ഒരു ഭർത്താവിനും കഴിയത്തൊന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് എന്താ ആവശ്യമായിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, എന്ത്? സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ നിയമമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതേസമയം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അന്യോന്യം പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. യു നീഡ് ടു പ്ലീസ് യുവർ സ്പൗസ്. റിലേഷൻഷിപ്പ് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അപ്പനെയും അമ്മയെയും മാത്രമല്ല, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉപേക്ഷിക്കുകയല്ല, എന്താണ് അതിനകത്തു നിന്നുള്ള ഒരു വിടുതലുണ്ടാകുന്നു. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണമെങ്കിൽ ബാക്കിയുള്ള എന്തെല്ലാം ഫ്രണ്ട്ഷിപ്പും മറ്റുള്ള കാര്യങ്ങളും കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ബന്ധപ്പെടേണ്ടി വരുന്നത്, അല്ലേ? സോ അങ്ങനെയുള്ള ആ ഒരു ലോയൽറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതുവരെ അമ്മയോടോ അപ്പനോടോ ഉണ്ടായിരുന്ന ലോയൽറ്റി അല്ലെങ്കിൽ ആ പറ്റുമാനം ഇപ്പോഴാരോടായിത്തീരുന്നു? ഭാര്യയോടായിത്തീരുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിവാഹം കഴിച്ചവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് നോക്കുന്നു, അല്ലേ? ഒരു വിവാഹം കഴിച്ചവൻ്റെ പ്രത്യേകത, അവന് ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കുന്നത് തെറ്റായിട്ടൊന്നുമല്ല പറയുന്നത്. എന്നാൽ കാലം ചുരുക്കമായിരിക്കുന്നത് കൊണ്ട് ഇനി വിവാഹം കഴിച്ചവർ കഴിക്കാത്തവരെ പോലെയും എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആളുകൾക്കെല്ലാം സംശയം, ഇതെന്താണ് ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥമെന്ന്. ആ പറയുന്നതിൻ്റെ അർത്ഥം അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? വിവാഹം കഴിച്ചവൻ്റെ ചുമതല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവൻ എപ്പോഴും പരിശ്രമിക്കുന്ന എന്താണ്? ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു. വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് ഇനി കാലം അധികം ഇല്ലാത്തത് കൊണ്ട് വിവാഹം കഴിച്ചവനും കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കണം എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ വലിയ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് വലിയ കഠിനമായ കാര്യമൊന്നുമല്ല. എന്താ വിവാഹം കഴിച്ചിട്ടും കഴിക്കാത്തവനെ പോലെ ജീവിക്കണം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല അവിടെ പറയുന്നത്. എന്ത്? ഇനിയിപ്പോൾ ഭാര്യയെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് നേരമില്ല. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിവാഹിതരായ വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് നോക്കുന്നു. സോ ലീവ് യുവർ ഫാദർ ആൻഡ് മദർ. നിങ്ങളുടെ അപ്പനെയും അമ്മയെയും വിട്ട്, അത് ഭാര്യയും ഭർത്താവും ഒന്നുപോലെ എന്ത് ചെയ്യുകയാണ്? അപ്പനെയും അമ്മയും വിടുകയാണ്. അടുത്തത് എന്താണ്? ഭാര്യയോട് പറ്റിച്ചേരുക, ക്ലീവിങ്. ഉടമ്പടിയുടെ 2ാമത്തെ ചട്ടം. ഉടമ്പടിയുടെ 1ാമത്തെ ചട്ടം എന്താണ്? അപ്പനെയും അമ്മയെയും വിടുക. 2ാമത്തെ ചട്ടം ഭാര്യയോട് പറ്റിച്ചേരുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും എല്ലാം നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. ദൈവം യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മത്തായിയുടെ സുവിശേഷം 19-ന്റെ 6-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കർത്താവ് പറയാണ്, ആകയാൽ 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞു. സോ ഗാഡ് ഹാസ് യുണൈറ്റഡ്. ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? യോജിപ്പിച്ചിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? മനുഷ്യൻ വേർപിരിക്കാനായിട്ട് പാടില്ല. അവിടെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് ദൈവം അങ്ങനെ ബന്ധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാം. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ചരട് കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു, ബൗണ്ട് ബൈ കോർഡ്സ്. കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡഡ് ടുഗദർ എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നമ്മളങ്ങ് ഭാര്യയും ഭർത്താവുമായിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്ക്രൂ ഇട്ട് മുറുക്കുകയായിരുന്നെങ്കിൽ സ്ക്രൂ അഴിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും. പക്ഷേ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ ഇടയ്ക്ക് അഴിക്കാനും പിന്നെ ഫിക്സ് ചെയ്യാനും പറ്റുന്ന സാധനമല്ല ഭാര്യാഭർത്തൃ ബന്ധം. പ്രത്യേകത എന്താണ്? ദേ ആർ വെൽഡഡ് ടുഗദർ. അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വെൽഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അയ്യും കൊണ്ട് ജീവിക്കുന്നവരാ ഇന്ന് എന്തുണ്ടാകുന്നത്? പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുകയാണ്? ദൈവം യോജിപ്പിക്കുക എന്ന് പറയുന്നത്. ദേ ആർ വെൽഡഡ് ടുഗദർ എന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഇൻ ദീസ് ഡേയ്സ് സം പീപ്പിൾ ആർ ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ദേ ആർ ലിവിങ് സിംഗിൾ. കല്യാണം കഴിക്കുന്നുണ്ട്, പക്ഷേ പിന്നെയും സിംഗിളായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഒരുമിച്ച് ഒരു കൂരയിലായിരിക്കും താമസിക്കുന്നത്, പക്ഷേ രണ്ടുപേരും 2 ലോകമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ വിവാഹം എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് വെൽഡഡ് ടുഗദർ. ഒരു കളക്റ്റീവ് പേഴ്സണാലിറ്റി, രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് യോജിക്കുകയാണ്. അപ്പോൾ ഈ മോഡേൺ തിങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വാലിറ്റിയെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, അല്ലേ? ഇപ്പോഴെല്ലാവരും കല്യാണം കഴിച്ചാൽ ഒരു ഇൻഡിവിജ്വലാണ്. 2 പേരും. ഒന്നാമത്തെ കാര്യം, ഈ ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇന്നത്തെ ഒരു ഗതികേടിൻ്റെ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിന് ഞാൻ അത്ര എതിരല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എതിരാണോന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയും. പക്ഷേ
ചിലപ്പോൾ ഞാനതിനെ അങ്ങ് കണ്ണുടച്ചങ്ങ് എതിർക്കുന്നില്ല ഇന്നത്തെ ഒത്തിരി സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ. പക്ഷെ കഴിവതും എൻ്റെ ചിന്ത ഈ ഇൻഡിവിജ്വാലിറ്റി ഇത്രയും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തെ പണിയാനായിട്ട് ഭാര്യയും ഭർത്താവ് ജോലി, പണ്ടത്തെ കാലത്തൊക്കെ വാസ്തവത്തിൽ എന്തായിരുന്നു, ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നു, ഭാര്യമാർ കുടുംബം പണിയുക. ലേക്കും റാഹേലിനും എന്തുകൊണ്ടാണ് കുടുംബം പണിയാൻ പറ്റിയത്? ബിക്കോസ് യാക്കോബ് പണിയെടുക്കാൻ ആളുണ്ടായിരുന്നു അല്ലേ. സോ ആ കുടുംബം പണിയാൻ പറ്റാത്ത രീതിയിൽ പല സമയത്തും ഒരുമിച്ച് രണ്ട് കൂട്ടരും ഒരുപോലെ പണിയെടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഈ ഇൻഡിവിജ്വാലിറ്റി ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഞാനും പണിയെടുക്കുന്നു, ഞാനും അധ്വാനിക്കുന്നു, ഞാനും കഷ്ടപ്പെടുന്നു ഇല്ലേ. മറ്റേ അങ്ങനല്ല, അച്ചായൻ കഷ്ടപ്പെടുന്നെന്ന് പറയുന്നില്ലല്ലോ. ഞാനും കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ പൈസ നീ തിന്നുകയാണെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ പൈസ നിങ്ങളും തിന്നുകയാണെന്ന് പറയാൻ ഇന്ന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ ഇൻഡിവിജ്വൽ ആ ഒരു ചിന്തയാണ്. പക്ഷേ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് അങ്ങനെയില്ല, അതൊരു കളക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. ഒരു കാര്യം വേദപുസ്തകത്തിൽ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും, ഒരു ഭവനത്തിന് തന്നിൽ തന്നെ ഛിദ്രിക്കുവാൻ കഴിയുകയില്ല അല്ലേ. ഒരു ഭവനത്തിന് തന്നിൽ തന്നെ ഛിദ്രിക്കുവാൻ കഴിയത്തില്ല. ശരിക്കും എക്സോർസിസവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നതെങ്കിലും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കെന്ത് വേണം? നമുക്ക് ആശയങ്ങളുടെ ഒരു ഐക്യത വേണം, ഇഷ്ടങ്ങളുടെ ഒരൈക്യത വേണം അല്ലേ. ഒരൈക്യത ഒരു കുടുംബത്തിൽ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ഐക്യത വേണം. ഇഷ്ടങ്ങളുടെ കാര്യത്തിൽ ഐക്യത വേണം. അത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. രണ്ട് പ്രത്യേകമായ ഭവനങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വരുന്നത് കൊണ്ട് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാകുമെന്നില്ല. അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചതെന്ന് പറയുന്നത്. തന്നെ വന്ന് യോജിച്ചതല്ല, ദൈവം എന്ത് ചെയ്യുകയാണ്? യോജിപ്പിക്കുകയാണ്. ഇഷ്ടങ്ങളുടെ അനൈക്യം ഉണ്ടായാലും ദൈവം അത് യോജിപ്പിക്കുകയാണ്. ദൈവം രണ്ട് വശങ്ങളെ യോജിപ്പിക്കുകയാണ്. ഒരു കുപ്പി പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അരാൾഡേറ്റ് വെച്ച് ഒട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ കുപ്പി പൊട്ടുമ്പോഴത്തേക്ക് നല്ല റൗണ്ടിലൊന്നും ആയിരിക്കത്തില്ല പൊട്ടുന്നത്. ഒരുപക്ഷെ കൂർത്ത വശം ഉണ്ടായിരിക്കും, കുഴിഞ്ഞ വശം ഉണ്ടായിരിക്കും. കൂർത്ത വശം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു കുപ്പി യോജിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് യോജിക്കണമെങ്കിൽ ആ കുഴിഞ്ഞ വശത്തേക്ക് കൂർത്ത വശം കയറി വെക്കുമ്പോഴാണ് കുറവുകളെ നികത്താനായിട്ട്, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു ഭാഗം വരുമ്പോഴാണ് അത് യോജിക്കാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ കുടുംബ ബന്ധത്തിൽ രണ്ട് ഇഷ്ടങ്ങളും രണ്ട് താല്പര്യങ്ങളും രണ്ട് ആഗ്രഹങ്ങളും രണ്ട് മനസ്സും ഒക്കെ ആയിട്ടാണ് ഒരു കുടുംബത്തിലേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കടന്നു വരുന്നത്. പക്ഷേ അവരെ ദൈവം എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കുന്നു അല്ലേ. രണ്ട് വ്യത്യസ്തമായ ചിന്തകളും താല്പര്യങ്ങളും ഉള്ളവർ തമ്മിൽ യോജിക്കാൻ ഒന്നുകൂടി എളുപ്പമെന്നാണ് എൻ്റെ ചിന്ത. ദൈവം പലപ്പോഴും യോജിപ്പിക്കുന്നത് ആ രീതിയിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഭാര്യ ജെറ്റ് ഫാസ്റ്റ് ആയിരിക്കും, ഭർത്താവ് ഭയങ്കര സ്ലോ ആയിരിക്കും. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും ഇല്ലേ. ഭാര്യ ഭയങ്കര ചൂടായിരിക്കും, അല്ലെ ഭർത്താവ് ഭയങ്കര ചൂടായിരിക്കും, ഭാര്യ ഭയങ്കര സൗമ്യമായിരിക്കും. രണ്ടുപേരും കൂടെ ചൂടാകുന്നതാണെങ്കിൽ ഒരിക്കലും യോജിക്കത്തില്ല ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ലോകത്തിലുള്ള ആളുകളെയൊക്കെ ദൈവം ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചൂടാകുന്ന ആൾക്ക് സൗമ്യമായ ഒരു ഭാര്യയെ കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് ചൂടാകുന്ന ഒരു ഭാര്യയ്ക്ക് സൗമ്യനായ ഒരു ഭർത്താവിനെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ദൈവം യോജിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ഇല്ലേ. അങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റണം, കോംപ്ലിമെൻ്റ് ചെയ്യണം. കുറവുകൾ അന്യോന്യം തീർക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം പറ്റിച്ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കുപ്പി പൊട്ടുക അല്ലെങ്കിൽ ഒരു മുട്ടത്തോട് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാലും അതിനെ വീണ്ടും ഒട്ടിക്കണമെങ്കിൽ ഗം പുരട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് എന്ത് ചെയ്യുന്നു? ഗം പുരട്ടിയിട്ട് രണ്ട് സൈഡ് വെച്ച് കഴിഞ്ഞാൽ പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ചേർത്ത് വെച്ച് പറ്റിച്ചേർന്നിരിക്കുമ്പോഴാണ്. ഇതേപോലെ കുടുംബ ബന്ധത്തിൽ നമ്മൾ എപ്പോഴും എന്ത് പരിശ്രമിക്കണം? വി നീഡ് ടു ക്ലീവ്. ഭാര്യയോട് എന്ത് ചെയ്യണം? പറ്റിച്ചേരണം. 100% ഭാര്യയുടെ സ്നേഹത്തിൽ പറ്റിച്ചേർന്നിരിക്കണം. ആ പറ്റിച്ചേർന്നിരിക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് സെയ്സ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ എല്ലാ രീതിയിലുമുള്ള ഒരു ഇമോഷണൽ, ഫിസിക്കൽ, ശാരീരികമായ പറ്റിച്ചേരൽ, മാനസികമായിട്ടുള്ള പറ്റിച്ചേരൽ, ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പറ്റിച്ചേരൽ, അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ. ദൈവം വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് പറ്റിച്ചേരുക എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ആ സ്നേഹം, എൻ്റെ സ്നേഹം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനത് പറ്റിച്ചേർന്ന് അതേ പറ്റുള്ളൂ. യു കനോട്ട് ഡിവൈഡ് ലവ്. 100% ലവും ഭാര്യയ്ക്ക് കൊടുക്കണം. 100% 100% സ്നേഹവും ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കണം. 100% സ്നേഹവും ഭാര്യ ഭർത്താവിന് കൊടുക്കണം. യു കനോട്ട് ഡിവൈഡ് ലവ്. അത് മനസ്സിലാക്കണം. അതിനകത്ത് കുറച്ച് ഭാര്യയ്ക്കും വേറൊന്ന് വേശിക്കും കൊടുക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ഡിവൈഡ് യുവർ ലവ് ബിറ്റ്വീൻ യുവർ സ്പൗസ് ആൻഡ് സംബഡി എൽസ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ.
അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. 100% ഭാര്യയോടായിരിക്കണം നമ്മുടെ പറ്റുമാനം, അല്ലെങ്കിൽ ഭർത്താവിനോടായിരിക്കണം. അതിന് ഉപോത്പൂർവമായിട്ട് ചില വാക്യങ്ങൾ മാത്രം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് മൊത്തമായിട്ട് വായിക്കാനുണ്ട്. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവുമാകുന്നു. 6-ാം അധ്യായം 23, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവുമാകുന്നു. പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗമാകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിൻ്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. വേശ്യാസ്ത്രീ നിമിത്തം നീ പിറക്കി തിന്നേണ്ടി വരും. വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തിന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് പല സമയത്തും വരെ നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമ്മൾ ഒത്തിരി സ്ട്രോങ് ആണെന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും എനിക്ക് ഐ എം എ സ്ട്രോങ് പേഴ്സൺ, ഐ ക്യാൻ ഓവർകം ഓൾ കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻസ്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് സദൃശ്യവാക്യങ്ങളിൽ നമ്മളിവിടെ കാണുന്ന എന്താണ്? ഒരു മനുഷ്യന് മടിയിൽ തീ കൊണ്ടു പോവുകയാണെങ്കിൽ എന്താണ്? പൊള്ളാതെ അത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. സോ അബ്സ്റ്റെയിൻ ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. അത് അവിടെ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള വലിയൊരു ടെൻഡൻസി 7-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലും ഏകദേശം ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. കിടക്ക നിർമ്മലമാണെന്നല്ല, ആയിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തെടുക്കണം? പെയിൻ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻഷണലായിട്ട് അത് നമ്മൾ തീരുമാനമെടുക്കണം. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഈസ് ടുവേർഡ്സ് മൈ വൈഫ്. കർത്താവ് എനിക്ക് തന്ന ഒരു ഭാര്യയുണ്ട്, കർത്താവ് എനിക്ക് തന്ന ഒരു ഭർത്താവുണ്ട്. എൻ്റെ റിലേഷൻ, എൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈസ് ഓൺലി ടുവേർഡ്സ് മൈ വൈഫ്. ഇറ്റ് ഈസ് ഓൺലി ടുവേർഡ്സ് മൈ ഹസ്ബൻഡ്. അത് നമ്മൾ എടുക്കേണ്ടതായ തീരുമാനമാണ്. അപ്പോൾ ഒന്നാമത് ലീവിങ്, എന്താണ്? വിടുക. രണ്ടാമത് ക്ലീവിങ്, പറ്റിച്ചേരുക. മൂന്നാമത്തേത് അവർ ഇരുവരും ഒരു ദേഹമായിത്തീരും. ദേ ഷാൽ ബിക്കം വൺ ഫ്ലഷ്. അവിടെ ബിക്കമിങ് ആണ്. ഇത് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് സേസ് അബൌട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇൻസൈഡ് ഫാമിലി ലൈഫ്. കുടുംബ ജീവിതത്തിനകത്തുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഇരുവരും ഒരു ദേഹം ആയിത്തീരും. വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഒന്നായിത്തീരുക. ഇതിൻ്റെ സീക്വൻസ് നമ്മൾ മാറ്റാൻ പാടില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, മിക്ക സ്ഥലങ്ങളിലും ഈ സീക്വൻസ് അങ്ങ് മാറി. ഇപ്പോൾ പറ്റിച്ചേർന്ന് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ള കാര്യമൊക്കെ. പറ്റിച്ചേരുകയല്ല, ഒന്നായി ചേർന്നതിന് ശേഷമാണ് ഇന്ന് പലരും വിട്ടുപിരിയാതെ പറ്റിച്ചേരാതെ വൺ ഫ്ലഷ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് ഇമോഷണൽ. മോസ്റ്റ് ഓഫ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ആദ്യം തന്നെ ഫിസിക്കൽ യൂണിയനാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അതൊരു തെറ്റായിട്ട് കാണുന്നില്ല. ഞെട്ടിക്കുന്ന നിലയിലുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് ജനങ്ങളുടെ, പിള്ളേരുടെ ഇടയ്ക്ക്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ ഒരു ടീഷർട്ടിൽ ഒരു പെങ്കൊച്ച് അടിച്ചു വെച്ചുകൊണ്ട് പോയിരിക്കുന്നത് കണ്ടിട്ട് വരണ്ടു പോയി. എന്താ എഴുതിയിരിക്കുന്നറിയാമോ? വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ഇറ്റ് ഈസ് ഓൺലി ആബ്സെൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. കന്യാകത്വം എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല, സാഹചര്യങ്ങളുടെ അപര്യാപ്തതയാണ് അങ്ങനെ ഒരാളെ ആക്കി തീർക്കുന്നതെന്ന് പരസ്യമായിട്ട് ടീഷർട്ടിൽ അടിച്ചിട്ടിരിക്കുകയാണ്. വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ഇറ്റ് ഈസ് ഓൺലി ആൻ ആബ്സെൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ അമേരിക്കയിലോ വല്ല ഒരു കൊച്ചു ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഷോക്ക് അടിക്കത്തില്ലായിരുന്നു. പക്ഷെ ഡൽഹിയിൽ ഇട്ടുകൊണ്ട് നടന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഡൽഹിയിലെ കാര്യമാണ് പറഞ്ഞത്. ആ ഡൽഹിയിൽ അത് വന്നെങ്കിൽ നാളെ കൊച്ചിയിലും വരും. നാളെ കൊച്ചി വന്നു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അത് മാവേലിക്കരയും വരും. മാവേലിക്കര വരികയാണെങ്കിൽ ചാരിമുട്ടിലും വരും. നിങ്ങൾ പേടിക്കുകയല്ല, നിങ്ങൾ പേടിക്കാതിരിക്കുകയൊന്നും വേണ്ട. ഐ എം നോട്ട് ടെല്ലിങ്, ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താണ് പറ്റിച്ചേരുക, വിട്ടുപിരിയുക, പറ്റിച്ചേരുക എന്നുള്ളതൊക്കെ മാറ്റി വച്ചിട്ട് ഇപ്പം എന്തായിത്തീരുന്നു? ആദ്യം തന്നെ ഫിസിക്കൽ യൂണിയനിലേക്ക് വരികയാണ്. എന്നാൽ വേദപുസ്തകം ഈ സീക്വൻസ് വിട്ട് കളയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ലീവിങ് യുവർ ഫാദർ ആൻഡ് മദർ. സെക്കൻഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ടുവേർഡ്സ് യുവർ വൈഫ്. ദെൻ അതിനുശേഷമാകണം എന്ത്? ബിക്കമിങ് വൺ ഫ്ലഷ്. അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ ഇമോഷണലായിട്ട് പറ്റിച്ചേർന്ന്
പിന്നീടുണ്ടാകുന്ന അതിൻ്റെ സെലിബ്രേഷനാണ്. ശരിക്കും ഈ ഫിസിക്കൽ യൂണിയൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സെലിബ്രേഷനാണ്, ഒരു ദൈവികമായ ആഘോഷമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മോശം കാര്യമൊന്നുമല്ല. ചിലരുടെയെങ്കിലും ചിന്ത സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് വിവാഹത്തിനകത്തുള്ള ബന്ധമാണെങ്കിൽ പോലും അത് പാപമാണെന്ന്. ചിലരുടെ ചിന്ത പാപത്തിൻ്റെ പരിണതഫലമായിട്ട് ആദാമിനും ഹവ്വായ്ക്കും പിള്ളേരുണ്ടായെന്നാണ്. ചിലരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ദൈവം അവരെ അനുഗ്രഹിക്കുന്നതാ. എന്ത്? 1-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അന്ന് പാപമൊന്നും ചെയ്തില്ല, അതിന് മുമ്പേ തന്നെ പറയുകയാണ്, ഗാഡ് ബ്ലെസ്സഡ് ദം, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് നോട്ട് എ കേഴ്സ്, ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ യൂണിയൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ഡിവൈൻ, ഒരു ദൈവികമായ, അതായത് ദൈവികമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദാഹമാണ്, ഒരു ഡിസയറാണ്, ഒരു ആഗ്രഹമാണ് ഫിസിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, നമ്മൾ അതിന് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ദൈവികമായ നിലയിൽ തന്നെ ആയിരിക്കണം. നമ്മളുടെ ഏത് കാര്യങ്ങൾക്കും, നമ്മുടെ ഏത് മോഹങ്ങൾക്കും, ഏത് മോഹം എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, നമ്മളുടെ ഏത് ആഗ്രഹങ്ങൾക്കും അതിനെ പൂർത്തീകരിക്കാൻ, സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ദൈവിക മാർഗമുണ്ട്. പിശാച് കൊണ്ടുവരുന്ന ഒരു മാർഗമുണ്ട്. എനിക്ക് ദാഹിക്കുമ്പോൾ ദൈവം തന്നിട്ടുണ്ട് പച്ചവെള്ളം കുടിക്കാനായിട്ട്. എന്നാൽ എനിക്ക് ദാഹിക്കുന്നു, എന്നാൽ കള്ളു കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? ഇല്ല. ദാഹിക്കുന്നവൻ പച്ചവെള്ളം കുടിക്കാനായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. കള്ളു കുടിക്കാൻ പിശാച് പറയും. പച്ചവെള്ളം കുടിക്കാൻ ദൈവം തന്നിട്ടുണ്ടല്ലോ. ദൈവം തന്നിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ഫിസിക്കൽ ഡിസയേഴ്സിനെ സംതൃപ്തമാക്കേണ്ടത്, ശാരീരിക ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ. ആ ശാരീരിക ആഗ്രഹങ്ങൾ ദൈവം തന്നതാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. അതൊരു ദൈവികമായ കാര്യമാണ്. പക്ഷേ അതിനെ എപ്പോഴും സംതൃപ്തപ്പെടുത്തുന്നത് എങ്ങനെ തന്നെ ആയിരിക്കണം? ദൈവികമായ രീതിയിലായിരിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സെക്ഷുവൽ ഡിസയറിനെ, സെക്സിനുള്ള താല്പര്യത്തെ സംതൃപ്തമാക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക പാതയാണ് വിവാഹത്തിൻ്റെ ഉള്ളിലുള്ള കുടുംബ ബന്ധം, അല്ലെങ്കിൽ ശാരീരിക ബന്ധം, ഫിസിക്കൽ ബീയിങ്. അവർ ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് പിശാചല്ല പറഞ്ഞത്, ദൈവമാണ് പറയുന്നത്. യേശു കർത്താവ് അത് ആവർത്തിച്ച് പറയുകയാണ്. ദൈവം അവരെ യോജിപ്പിച്ചു, അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറയുന്നു. ഈ വിവാഹ ജീവിതത്തിനകത്തുള്ള ഈ ശാരീരിക ബന്ധത്തിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. പോസിറ്റീവായിട്ട്, അതിനെ പോസിറ്റീവായിട്ട് കാണണം. ഒന്ന്, ഫിസിക്കൽ യൂണിയൻ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലവ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഒന്ന്, രണ്ട് പങ്കാളികൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന രണ്ട് പങ്കാളികളാണ്. അവർ തമ്മിലുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ ഇത്രയും ആഴമുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. എനിക്കെൻ്റെ ഒരു കൂട്ടുകാരനെ, നമ്മൾ നോർമലി സംടൈംസ് വാട്ട് ഹാപ്പൻസ്, നമുക്കൊരാളുമായിട്ട് കൂട്ടുകെട്ടുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിച്ച് ഊണ് കൊടുക്കുമായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ സൗഹൃദത്തെ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒരു പക്ഷേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആയിരിക്കും. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സൗഹൃദം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നീതിയുക്തമായ, അതല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ പുറമേയുള്ള ഒരു ആഘോഷമാണ് ശാരീരിക ബന്ധം. രണ്ടാമത്, ഇതൊരു വെറും ശാരീരിക ബന്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെർഫെക്റ്റ് യൂണിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫിസിക്കൽ യൂണിയൻ വിതിൻ മാരേജ്. ഒരു ശരീരം മാത്രമല്ല, ഒരു പെർഫെക്റ്റ് യൂണിറ്റി. ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ദേഹിയുടെയും എല്ലാം ഒരുമിച്ചുള്ളൊരു സംയോഗമാണ്, ഇല്ലേ? അല്ലാതെ ഒരു ഫ്ലഷിൻ്റെ ഫ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മാംസദാഹം തീർക്കാനല്ല ഒരു വിവാഹ ബന്ധത്തിനുള്ളിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മാംസദാഹം തീർക്കാനല്ല. അതിനുവേണ്ടി ആയിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സും ആത്മാവും നമ്മുടെ ദേഹിയും, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ യൂണിയൻ, it is the unity expressed in physical union
എവിടെയൊക്കെയാണ്? ഓഫ് ദി മൈൻഡ്, ദി ഇമോഷൻസ്, നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ വികാരങ്ങളുടെയും എല്ലാം എക്സ്പ്രഷനാണ് ശരീര ബന്ധത്തിനകത്ത് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇതൊരു ഗിവിങ്ങും, ഇറ്റ് ഈസ് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇൻഫാക്റ്റ് പാർട്ട്ണർ അന്യോന്യം കൊടുക്കുകയാണ്. എൻ്റെ പങ്കാളിക്ക് എന്നെ സമർപ്പിക്കാനുള്ള, എന്നെ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു മഹനീയ അനുഭവമാണ് ഫിസിക്കൽ യൂണിയൻ. അത് ദൈവം പഠിപ്പിക്കുന്നൊരു പാഠമാണ്. ദൈവം എപ്പോഴും കൊടുക്കാനാണ്. ലവ് ഓൾവേസ് ഗിവ്, ഹെയ്റ്റ് ഓൾവേസ് ടേക്ക്. ഹെയ്റ്റ് എപ്പോഴും എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് ടേക്കിംഗ്. റേപ്പിനകത്ത് ഇറ്റ് ഈസ് ടേക്കിംഗ്. ഒരു റേപ്പ് കേസിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഒരാളെ റേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഹി ഈസ് ടേക്കിംഗ്, ഇറ്റ് ഈസ് നോട്ട് ഗിവിങ്, ടേക്കിംഗ്. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ബന്ധമെന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇറ്റ് ഈസ് ഗിവിങ്. ഐ എം ഗിവിങ് മീ ടു മൈ വൈഫ് ആൻഡ് മൈ വൈഫ് ഗിവ്സ് ഹെർസെൽഫ് ടു മീ. ഗിവിങ് ആണ്. മറ്റേതെന്താണ്? കൊടുക്കുകയാണ്. മറ്റേതെന്താണ്? എടുക്കുകയാണ്. അതാണ് റേപ്പിൻ്റെ പ്രശ്നം. എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ്. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഒരാളെ ഉപയോഗിക്കുകയാണ്. പക്ഷേ കുടുംബബന്ധത്തിൽ അതല്ല. അങ്ങനെയുള്ള കുടുംബബന്ധത്തിലെ ശാരീരിക ബന്ധത്തിലും ഇതിന് തുല്യമായ രീതിയിലുള്ള ബന്ധം പുലർത്തുന്നവരുണ്ട്. പക്ഷെ അത് വേദവസം വിഭാവന ചെയ്യുന്നതല്ല. വേദവസം വിഭാവന ചെയ്യുന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അന്യോന്യമുള്ള കൊടുക്കലാകണം. ഗിവിങ്, അതൊരു ദൈവിക എക്സ്പ്രഷനാണ്. പിന്നെ അടുത്തത്, എൻ്റെ പങ്കാളിയുടെ സംതൃപ്തി കണ്ടിട്ട് ഞാൻ സംതൃപ്തിപ്പെടുകയാണ്. ഫിസിക്കൽ യൂണിയൻ സംഭവിക്കുന്നതാണ്. ഞാൻ ഫിസിക്കലി സംതൃപ്തനായോ എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യമാണ് വാസ്തവത്തിൽ ഒരു ആത്മീയ രീതി നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക്, വെൻ മൈ പാർട്ട്ണർ ഈസ് സാറ്റിസ്ഫൈഡ്, ഐ ആം സാറ്റിസ്ഫൈഡ്. പാർട്ട്ണറുടെ സംതൃപ്തി കണ്ടിട്ട് സംതൃപ്തി ഉണ്ടാകുന്ന, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലി ഒരു ദൈവികതയാണ്. ഇവിടെ എല്ലാം നമ്മളുടെ മൈൻഡ് എന്താണ്? ദൈവികമായ എക്സ്പ്രഷനാണ്. എന്നാൽ വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധം അങ്ങനല്ല. അവിടെ ദൈവികതയല്ല, സാത്താന്യതയാണ്, പൈശാചികതയാണ്. അവിടെ എടുക്കുകയാണ്. എനിക്ക് സംതൃപ്തി വേണം, ഐ നീഡ് പ്ലഷർ, എനിക്ക് സുഖം വേണം, എനിക്ക് സംതൃപ്തി വേണം, ഐ വിൽ ടേക്ക്, ഐ വിൽ കോൺകർ, ഞാൻ കീഴടക്കും, ഞാൻ പിടിച്ചടക്കും. അതെല്ലാം പൈശാചികമാണ്. പക്ഷേ ഒരു കുടുംബ ബന്ധത്തിലെ ശാരീരിക ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗിവിങ്, ഇറ്റ് ഈസ് സീയിങ് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈ പാർട്ട്ണർ ആൻഡ് ഐ ആം സാറ്റിസ്ഫൈഡ്. ഇവിടെ ആ ദൈവികത എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഫിസിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. അവർ ഇരുവരും ഒരു ദേഹമായി തീരും, അല്ലേ? ഒരു ദേഹമായി, ദേ ഷാൽ ബിക്കം വൺ ഫ്ലഷ്. ഭാര്യയോടാണ് ഒരു ദേഹമായി തീരുന്നത്, അല്ലാതെ വേശ്യയോടല്ല, വേറൊരു സ്ത്രീയോടല്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, ദുർനടപ്പ് വിട്ട് ഓടുവീൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. അത് എൻ്റെ ഫിസിക്കൽ ഡിസയർ എന്ന് പറയുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ മോഹം എന്ന് പറയുന്നത് ദൈവം തന്നതാ, അത് എങ്ങനെയെങ്കിലും കൊണ്ട് തീർത്തേലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ദൈവികതയല്ല. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. എന്താണ്? നമ്മൾ ഫിസിക്കലി യുണൈറ്റഡ് ആകുന്നത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ എന്താ സംഭവിക്കുന്നത്? അവളോടൊരു ദേഹമായി തീരുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേദപുസ്തക പ്രകാരം എനിക്ക് ആരുമായിട്ടേ ഒരു ദേഹമായി തീരാൻ പറ്റുള്ളൂ, എൻ്റെ ഭാര്യയുമായിട്ട് മാത്രം, വേറെ ആരുമായിട്ടും പറ്റത്തില്ല. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പന തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിനല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇതേപോലെ തന്നെ എബ്രായ ലേഖനം 13:4 നമ്മൾ വായിച്ചല്ലോ, വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ. നിർമ്മലമാകുന്നില്ല, നിർമ്മലമായിരിക്കട്ടെ. സോ വി നീഡ് ടു സീ ദാറ്റ് വി ആർ കീപ്പിംഗ് ദാറ്റ് ഇൻറ്റഗ്രിറ്റി. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്,
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇതൊക്കെ ആർക്കും ഇല്ലാത്തതൊന്നുമല്ല. ഭൂമിയിലുള്ള അവയവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വമായിട്ട് മരിപ്പിക്കണം. അതിനെതിരെയുള്ളൊരു പോരാട്ടം ആവശ്യമാണ്. ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ഇനി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവികമല്ല. വിവാഹ ഇതരമായ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൈവികമായ കാര്യമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകുന്നത്? ഇതിപ്പോൾ ഞാൻ പുരുഷന്മാരോട് മാത്രമൊക്കെ ആയിരുന്നു പണ്ട് പറയേണ്ടത്. പക്ഷേ ഇപ്പം ഒരു പക്ഷേ കൂടുതൽ പറയേണ്ടത് സ്ത്രീകളോടാണ്. ഇപ്പോഴത്തെ കഥകളൊക്കെ കേട്ട് വന്നിട്ട് ഇപ്പോൾ കൂടുതൽ സ്ത്രീകളോട് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. വൈ യു ആർ ഗോയിങ്? ഒന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊരാൾ നിങ്ങളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളുടെ പുറകെ പോകുന്നത്. നിങ്ങളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കയറുന്നത് കൊണ്ടാണ് ഭാര്യയെ വിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. എന്നാൽ അതൊരു ഫാക്റ്റല്ല. ഏതൊരാൾക്കും ഒരു പുതിയ ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തേക്കും ഇഷ്ടമായിരിക്കും, അല്ലേ? ഞാൻ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം കഴിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. അത് ടേസ്റ്റിയായിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എനിത്തിങ് ഐ ഈറ്റ്, ഓൾമോസ്റ്റ് എനിത്തിങ്. എന്തൊക്കെ കഴിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭക്ഷണം കഴിഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല ഭക്ഷണവും എത്ര മാറിക്കഴിക്കുന്നതും എന്താണെന്നറിയാം. ഇറ്റ് ഈസ് ഓൺലി ഫോർ സം ടൈം. 10 ദിവസം അടുപ്പിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലേ. ഞാനൊരു പ്രാവശ്യം ആഫ്രിക്കയിൽ നിന്ന് ഒരു ദിവസം ടെലിഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ജെസ്സിൽ പറഞ്ഞു, സി ആഫ്റ്റർ എ ലോങ് ടൈം ഐ ഗോട്ട് സം റൈസ്. ഒത്തിരി കാലം കൂടി എനിക്ക് കുറച്ച് ഒരാൾ എനിക്ക് ചോറുണ്ടാക്കി തന്നെന്ന്. സി നമുക്കുണ്ടാകുന്ന ആ ഒരിത്, ചോറ് നമ്മളിവിടെ 365 ദിവസം കഴിച്ചാലും നമുക്ക് മടുക്കത്തില്ല. പക്ഷേ ആദ്യം എന്തെങ്കിലും വേറെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ വേറെ 10 ദിവസം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ടാകും? നമുക്കത് മടുത്തു പോകുന്നൊരു സ്റ്റേജ്. അതുപോലെ നിങ്ങളുടെ പങ്കാളിയെ വിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര രസമാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഐ ആം ക്വൈറ്റ് ഷുവർ നിങ്ങളുടെ പങ്കാളിക്ക് മാത്രമേ നിങ്ങളെ സ്ഥിരമായും നിരന്തരമായും സന്തോഷിപ്പിക്കാൻ കഴിയൂ. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് ആ ഒരു ഡിസപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം മറ്റൊരാൾ നിങ്ങൾക്ക് തരുന്നത് സെക്സ് മാത്രമാണ്, അല്ലാതെ മറ്റൊരാൾ നിങ്ങൾക്ക് തരുന്നത് ലൈഫല്ല. God has given you a partner. ആ പാർട്ട്ണർ മാത്രമേ നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ നിങ്ങളുടെ ഹെൽപ്പർ ആകുന്നുള്ളൂ, സ്ട്രെങ്തനർ ആകുന്നുള്ളൂ. വേറൊരു വ്യക്തി നിങ്ങൾക്ക് തരുന്നത് 1 മിനിറ്റ് നേരത്തേക്കുള്ള നിങ്ങളുടെ പ്ലഷേഴ്സാണ്, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫ് തരുന്നില്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് തന്നത് ഒരു ലൈഫ് പാർട്ട്ണറെയാണ്. ഒരു ലൈഫ് പാർട്ട്ണർ, ഒരു ജീവ പങ്കാളിയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായാൽ ഈ പറയുന്ന ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ഫെയിൽ ചെയ്ത നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ മാത്രമേ നിങ്ങളുടെ ഫെയിലിയറിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കാണത്തുള്ളൂ. നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ സുഖം തേടിപ്പോയ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിയും കാണത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയേക്കാൾ ബെറ്ററായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് സാത്താൻ നിങ്ങളോട് പറഞ്ഞാൽ അതൊരു വഞ്ചനയാണ്, അതൊരു ഡിസപ്ഷനാണ്. അത് വിശ്വസിക്കരുത്. ദാറ്റ് ഈസ് എ ഡിസപ്ഷൻ. ഇനി വേറൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇന്ന് സമൂഹത്തിൽ ഒത്തിരി കാണുന്നുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളോട് കൂടുതൽ കമ്പാഷൻ കാണിച്ചേക്കാം. നിങ്ങളുടെ ഭർത്താവ് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്പാഷൻ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ തരുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ട്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ, കാര്യം നിങ്ങളെപ്പോഴും കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഒരു കൂടുതൽ കംഫർട്ട് ചിലപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭർത്താവ് ഇതുവരെ എന്നോട് ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല, കണ്ടോ ഈ മനുഷ്യൻ എന്നെ എന്നാൽ ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം, ഒന്നുമില്ല, എന്നിട്ടും എൻ്റെ കാര്യത്തിൽ എന്തുമാത്രം അയാൾ കൺസേൺഡാ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതൊന്നും കൺസേണൊന്നും അല്ല, അതൊന്നും കമ്പാഷൻ അല്ല. ദാറ്റ് ഈസ് എ ലൈ. അതൊരു ലൈ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ ഭാര്യമാർ പറയുന്നത് കേട്ടുണ്ട്, എല്ലാവരും എന്നെ എന്ത് പൊക്കിയാണ് പറയുന്നത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെക്കുറിച്ച് ഇങ്ങനെ കുറ്റമെല്ലാം പറയുന്നതെന്ന്, അല്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത്. നമുക്കേ കുറ്റം പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? കാര്യം അവർ നിങ്ങളോടല്ലല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുറ്റം എന്താണെന്നുള്ളത് ആരെ കാണുന്നില്ല, അവർ കാണുന്നില്ല.
ആകെ ഈ കൂടെ നടക്കുന്നവരല്ല കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് പാർട്ട്ണറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയേണ്ടത്, അല്ലാതെ ഒരാളെ പറയേണ്ടത്, മറ്റൊരാളല്ല പറയേണ്ടത്, അല്ലേ? ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തിരിക്കാൻ കുറച്ചുകൂടെ സൗകര്യം കാണുമായിരിക്കും. ഒരു പാർക്കിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, എന്തോ ഈ പെണ്ണിൻ്റെ അടുത്തിരിക്കുന്നതെന്ന്. അതെൻ്റെ ഭാര്യയായിട്ടാണോ ഇത്രയും, ഭാര്യയാണെന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിച്ചു പറഞ്ഞു, എൻ്റെ സാറേ ഭാര്യ അല്ലായിരുന്നു ഞാൻ എത്ര അടുത്തിരുന്നേനേയും, ഈ അകന്നിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയത്തില്ല എൻ്റെ ഭാര്യയാണെന്നുള്ളത്. ഭാര്യ അല്ലാതെ ഞാൻ എന്ത് ചെയ്തേനേയും കുറേ കൂടെ അടുത്ത് ഇരിക്കത്തില്ലായിരുന്നു. എൻ്റെ ഭാര്യ, അതുകൊണ്ടല്ലേ മാറിയിരുന്നിട്ട് ഞാൻ അടുത്തോട്ട് പോയി ഇരിക്കാത്തത്, ഇല്ലേ? അപ്പോൾ ഭാര്യ അല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ എന്ത് കാണിക്കുന്നത്? കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, എന്താ, ഹീ ഈസ് ബെറ്റർ ദാൻ മൈ ഹസ്ബൻഡ്, ഹീ ഈസ് ബെറ്റർ ദാൻ മൈ വൈഫ് എന്ന് ചിന്തിക്കരുത്. ചില സമയത്ത് ഇങ്ങനെ ഒത്തിരി ദുരുപദേശങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എന്ത്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് തരാൻ കഴിയാത്തത് തരാനുള്ള ശുശ്രൂഷയൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ടൊരു പ്രവാചകൻ വന്നാൽ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്, അവനെ വീട്ടിൽ കയറ്റരുത്. അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. അങ്ങനൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണം. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് തരാൻ കഴിയാത്തത് തരാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന് പറയാനുള്ള തൻ്റെ ഇടം, ധൈര്യം ഉണ്ടാകണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ അത് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ദൈവം നിങ്ങളോട് കോപിക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. അവർ ഈ കൗൺസിലേഴ്സ്, അത് സെക്യുലർ കൗൺസിലർ, എത്രയോ കേസ് കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ കൗൺസിലറെ വിളിച്ചാണ്, ഒരു കൗൺസിലറുടെ കൂടെ ഭാര്യ പോയി, ഇല്ലേ? അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്ക് വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് കൗൺസിലർ ഇടപെടുന്നത്. ഭർത്താവ് എപ്പോഴും കടിച്ചു കിടാൻ വരുന്നു, കൗൺസിലർ ഇല്ല അത് പ്രശ്നമല്ല എന്ന് പറയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നം ഭാര്യ അല്ലാത്തത് കൊണ്ടാണ്. അവൻ്റെ വീട്ടിൽ ചെന്നാൽ അറിയാം അവൻ്റെ വീട്ടിലെ പ്രശ്നം. ഈ കൗൺസിലറുടെ പ്രശ്നം തീർക്കാൻ ആര് ചെല്ലുമെന്നുള്ളതാണ് ഉള്ള കാര്യം, ഇല്ലേ? ഞാൻ വാസ്തവത്തിൽ ഈ സെക്യുലർ കൗൺസിലിംഗ് ഞാൻ ശരിക്കും തിയോളജിയിൽ ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ എനിക്ക് വിശ്വാസമില്ലാത്തൊരു സാധനമാണ് ഈ സെക്യുലർ കൗൺസിലിംഗ്. സെക്യുലർ കൗൺസിലർ പറയുന്നതെന്ന് ചോദിച്ചു, നമ്മളെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവിനും വിളിക്കുക, വലിയ പ്രശ്നമാണ്. ഏറ്റവും ഒടുവിൽ കൗൺസിലർ പറയുന്ന വാക്ക് എന്നാണെന്നറിയാമോ? അതിപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമില്ല, അതിപ്പോൾ ഞാൻ ചിന്തിച്ചാൽ തീരുന്നത്, അത് നിങ്ങൾ തന്നെ പ്രശ്നം തീർത്തലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, ഇല്ലേ? പ്രശ്നം തീർക്കാൻ കൗൺസിലറെ വിളിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റുന്നില്ല, അവനോട് എന്താ പറയും? അതിപ്പോൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തെങ്കിലേ കാര്യം പറ്റുള്ളൂ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അത് പറയുന്നത് യു സോൾവ് യുവർ പ്രോബ്ലം, ഗിവ് മീ മൈ ബാക്സ്. നിങ്ങളെ പ്രശ്നം നിങ്ങൾ തീർത്തോ, എൻ്റെ പൈസ ഇങ്ങ് തന്നേരെ, ഇല്ലേ? അതാണ് വാസ്തവത്തിൽ സെക്യുലർ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളെ വഴക്ക് പറയുന്നത്, സ്നേഹമില്ലാത്ത വ്യക്തി ആയിരിക്കും നിങ്ങളെ തലോടി സംസാരിക്കുന്നത്. ആമസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വേറൊരർത്ഥത്തിലാണ്, വേറൊരു കാര്യമാണ്. അവിടെ ഇസ്രായേൽ മക്കളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ മാത്രം ഞാൻ സകല ഭൂമിയിലും വെച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഐ ഹാവ് നോൺ യു ബൈ കവനൻറ്റ്. നിങ്ങളുമായിട്ട് മാത്രമേ ഞാൻ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളൂ. അടുത്ത വാക്യം പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ നിങ്ങളിൽ സന്ദർശിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് കവനൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ അകൃത്യങ്ങളെ ഞാൻ സന്ദർശിക്കുന്നത്. അല്ലാതെ മാറി നിൽക്കുന്നത് കൊണ്ടല്ല. റിലേഷൻ ഉള്ളത് കൊണ്ടാണ് വഴക്ക് പറയുന്നത്. മാറി നിന്ന് വഴക്ക് പറയേണ്ട കാര്യമില്ല, റിലേഷൻ ഉള്ളതുകൊണ്ടാണ് വഴക്ക് പറയുന്നത്. ഞാനിപ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ അയൽവക്കക്കാരായ 2 പിള്ളേരാണ് അവിടെ നിന്ന് ചീട്ട് കളിക്കുകയാണെന്ന് വയ്ക്കുക. പറഞ്ഞാൽ ഞാൻ പറയും, എന്തൊരു കഷ്ടമാണ്, മുട്ടന്ന് വിരിഞ്ഞില്ല, കണ്ടില്ലേ വരുന്നു ചീട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. എന്നാൽ പിറ്റേ ദിവസം എൻ്റെ പിള്ളേരിരുന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടാലോ, എൻ്റെ ദൈവമേ ഇക്കാലത്ത് എന്താ പറയാനാണ്, പിള്ളേരാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, കണ്ടില്ലേ വരുന്നു ചീട്ട് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമോ? ഇല്ല, പിടിച്ച് 2 പൊട്ടിൽ കൊടുക്കും, കയറി പോടാ വീട്ടിൽ നിന്ന് പറയും. എന്തുകൊണ്ടാണ്? അവൻ എൻ്റെ മോനാ, മറ്റവൻ ചീട്ട് കളിച്ചാൽ എനിക്കൊന്നും പറ്റാനില്ല. ഇതുപോലാണ് ഒരു പാർട്ട്ണർ വഴക്ക് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ട്ണർ ആയതുകൊണ്ടാണ് വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ വഴക്ക് പറയത്തില്ല. അയൽവക്കക്കാരന് വഴക്ക് പറയേണ്ട കാര്യമില്ല, കൗൺസിലർക്ക് വഴക്ക് പറയേണ്ട കാര്യമില്ല, അവർക്കെല്ലാം സോപ്പിട്ട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു കാരണവശാലും നിങ്ങളോട് കമ്പാഷൻ കാണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയേക്കാൾ
ഭർത്താവിനേക്കാൾ കമ്പാഷൻ കാണിക്കുന്നു, ഭാര്യയേക്കാൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും മറ്റൊരാളോട് അടുപ്പം കാണിക്കാനായിട്ട് പാടില്ല.